students, welcome to today's chemistry class. Chemistry in everyday life, part 2. Last part ആണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആന്റിബയോട്ടിക്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ആന്റിമൈക്രോബിലാണ് ആന്റിബയോട്ടിക്സ്. ആദ്യമായിട്ട് ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അദ്ദേഹത്തിന്റെ കാലയളവ് 1881 തൊട്ട് 1955 വരെയാണ്. അദ്ദേഹം കണ്ടുപിടിച്ച ആദ്യത്തെ ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ. 1928 അത് കണ്ടുപിടിച്ചത്. ഫ്ലെമിംഗ് വാസ് വർക്കിംഗ് ഓൺ ദ ബാക്ടീരിയ ബേസ്ഡ് പഠനങ്ങളിൽ ആ വർക്കിലാണ് ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. He invented an antibiotic penicillin. It was a great achievement in medicine. മെഡിസിനകത്ത് ഒരു നാഴിക കല്ലായിരുന്നു ഈ പെൻസിലിൻ എന്ന ആന്റിബയോട്ടിക്കിന്റെ കണ്ടുപിടുത്തം. അദ്ദേഹം പറഞ്ഞ ഐ ഡിഡ് നോട്ട് ഇൻവെന്റ് പെൻസിലിൻ, നേച്ചർ ഡിഡ് ദാറ്റ്. ഐ ഓൺലി ഡിസ്കവേർഡ് ഇറ്റ് ബൈ ആക്സിഡന്റ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് വാസ് എ സ്കോട്ടിഷ് ഫിസിഷ്യൻ സയന്റിസ്റ്റ് who was recognized for discovering penicillin. ഓർത്തിരിക്കുക, പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണെന്നുള്ള കാര്യം. 1928 കണ്ടുപിടിച്ചത്. ആന്റിബയോട്ടിക്സ് substance such as penicillin that destroy or inhibits the growth of other pathogenic microorganisms and is used in the treatment of external or internal infection. Antibiotics. While some antibiotics are produced by microorganisms, most are now manufactured synthetically. സിന്തറ്റിക്കലിയാണ് ആന്റിബയോട്ടിക്സ് കൂടുതലും നമ്മൾ നിർമ്മിച്ചു വരുന്നത്. എന്താണ് ആന്റിബയോട്ടിക്സ്? ആന്റിബയോട്ടിക്സ് സബ്സ്റ്റൻസ് ദാറ്റ് ഡിസ്ട്രോയ് ദ ഗ്രോത്ത് ഓഫ് അതർ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ ഇൻഫെക്ഷൻ. ആന്റിബയോട്ടിക്സ് ആന്റിമൈക്രോബിയൽസ് ആണ്. പെൻസിലിൻ ആദ്യത്തെ ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ. പെൻസിലിന്റെ ജനറൽ സ്ട്രക്ചർ ആണ് നമ്മളിവിടെ കാണുന്നത്. പെൻസിലിൻ. ആന്റിബയോട്ടിക്സ് ആർ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഇൻ ലോ കോൺസെൻട്രേഷൻ ഐദർ കിൽ ഓർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ബൈ ഇന്റർവീനിങ് ഇൻ ദർ മെറ്റബോളിക് പ്രോസസ്. ഓക്കെ, ഫസ്റ്റ് ആന്റിബയോട്ടിക് ഏതാണ്? പെൻസിലിൻ. ഇനി ആന്റിമൈക്രോബ്സ് ആണ് ആന്റിബയോട്ടിക്. എന്നിട്ട് ഈ ആന്റിബയോട്ടിക്കിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു ആന്റിമൈക്രോബിയൽ ആക്ടിവിറ്റി, ബാക്ടീരിയസിഡിൽ ആൻഡ് ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ആന്റിബയോട്ടിക്കിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. അതുപോലെ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ബാക്ടീരിയൽ സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി അടിസ്ഥാനത്തിൽ ആന്റിബയോട്ടിക്കിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കും. നാരോ സ്പെക്ട്രം ആൻഡ് ബ്രോഡ് സ്പെക്ട്രം. ആന്റിബയോട്ടിക്സിന്റെ ക്ലാസിഫിക്കേഷൻ രണ്ട് ടൈപ്പിൽ ക്ലാസിഫിക്കേഷൻ, അക്കോർഡിംഗ് ടു ആന്റിമൈക്രോബിയൽ ആക്ടിവിറ്റിയും അക്കോർഡിംഗ് ടു ബാക്ടീരിയൽ സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റിയും. അക്കോർഡിംഗ് ടു ആന്റിമൈക്രോബിയൽ ആക്ടിവിറ്റി അനുസരിച്ച് ബാക്ടീരിയസൈഡിൽ ആൻഡ് ബാക്ടീരിയോസ്റ്റാറ്റിക് എന്നുള്ള ആ കൺസെപ്റ്റാണ് രണ്ടെണ്ണം വന്നിരിക്കുന്നത്. ബാക്ടീരിയൽ സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി അനുസരിച്ച് നാരോ സ്പെക്ട്രം ആൻഡ് ബ്രോഡ് സ്പെക്ട്രം ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എന്താണ് നമുക്ക് നോക്കാം. എന്താണ് സ്പെക്ട്രം? The full range of microorganisms attacked by an antibiotic is called spectrum. Spectrum എന്ന് പറഞ്ഞാൽ the full range of microorganism attacked by an antibiotic is called its spectrum. അതുപോലെ ഇവിടെ broad spectrum എന്ന് പറഞ്ഞാൽ antibiotic which kill or inhibit a wide range of gram positive and gram negative bacteria are called broad spectrum antibiotic. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോറംഫിനിക്കോൾ ആൻഡ് ഒഫ്ലോക്സിൻ ഇതെല്ലാം ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കിന് എക്സാമ്പിൾ ആണ്. ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ആർ ആക്റ്റീവ് അഗെയിൻസ്റ്റ് എ വൈഡർ നമ്പർ ഓഫ് ബാക്ടീരിയൽ ടൈപ്പ്. വൈഡർ നമ്പർ, അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ആൻഡ് ദസ് മേ ബി യൂസ്ഡ് ടു ട്രീറ്റ് എ വെറൈറ്റി ഓഫ് ഡിസീസ്. പലതരത്തിലുള്ള ഡിസീസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ആന്റിബയോട്ടിക്സിനെയാണ് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ്. ആന്റിമൈക്രോബ്സ് അല്ലെ, അന്നേരം പലതരത്തിലുള്ള ഡിസീസിന് ഉപയോഗിക്കാവുന്നതാണ് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ്. എ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ഇസ് ആൻ ആന്റിബയോട്ടിക് ദാറ്റ് ആക്ട് ഓൺ ദ two major bacterial groups.
gram positive and gram negative, or any antibiotic that act against a wide range of disease causing bacteria. ഇതാണ് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താണ്? നാരോ സ്പെക്ട്രം. നാരോ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിബയോട്ടിക് ആക്ട് അഗൈൻസ്റ്റ് എ ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ. കുറച്ച് ടൈപ്പ് ബാക്ടീരിയയോട് മാത്രം പോരാടാനുള്ള ആന്റിബയോട്ടിക്കിനെയാണ് നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. ബ്രോഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ബാക്ടീരിയകളാണ്. നമുക്ക് ഇവിടെ തന്നെ ഫിഗറിൽ തന്നെ കാണാം, അനേകം ടൈപ്പ്, പല ടൈപ്പ്, ഇതൊരു വേറെ ടൈപ്പ്, അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ഫിഗറായിട്ട് നമുക്ക് ഇത് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ആക്ട് അഗൈൻസ്റ്റ് എ ലാർജർ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ. ഒരു ലാർജ് ഗ്രൂപ്പ് വന്നാലും ഇത് ഒരേ ടൈപ്പ് ഉള്ളതിനെയാണ് നമ്മൾ നാരോ സ്പെക്ട്രം വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്. നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക് ആക്ട് അഗൈൻസ്റ്റ് എ ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ. ഒരേ ടൈപ്പ്, ഏകദേശം ഒരേ ടൈപ്പ്. എന്നാൽ ഇത് ലാർജ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയക്കെതിരെ ഉപയോഗിക്കുന്നതാണ് ബ്രോഡ് സ്പെക്ട്രം. അപ്പൊ മനസ്സിലായല്ലോ, ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ബ്രോഡ് സ്പെക്ട്രത്തെയും നാരോ സ്പെക്ട്രത്തെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബ്രോഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ആക്ട് അഗൈൻസ്റ്റ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ. നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക് ആക്ട് അഗൈൻസ്റ്റ് എ ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ. ഓക്കെ. The antibiotic which are effective mainly against gram positive or gram negative bacteria are narrow spectrum antibiotic. Example, penicillin G, etc. The antibiotic which are effective against a single organism or disease, they are called a limited spectrum antibiotic. Okay. On the basis of spectrum activity, broad spectrum antibiotics example ആണ് amoxicillin. നമ്മൾ കേട്ടിട്ടുണ്ട് ഒത്തിരി തരത്തിലുള്ള ടൈപ്പ് ആന്റിബയോട്ടിക്സ് അല്ലെ. അമോക്സിലിൻ, അതുപോലെ ടെട്രാസിലിൻ, എറിത്രോമൈസിൻ, ഇതെല്ലാം ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ്. എന്നാൽ ഷോർട്ട് സ്പെക്ട്രം ഒരേ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ബാക്ടീരിയ, അതായത് ഷോർട്ട് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് പെൻസിലിൻ ജി, ഫ്ലൂക്സിലിൻ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ആന്റിബയോട്ടിക്സ് ആണ് ഷോർട്ട് സ്പെക്ട്രം ആന്റിബയോട്ടിക്സിന് എക്സാമ്പിൾ ആണ് നമ്മളിവിടെ കാണുന്നത്. ക്ലോക്സിലിൻ, വാനോമൈസിൻ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ആന്റിബയോട്ടിക്സ് ആണ് ഷോർട്ട് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ്. ബ്രോഡ് സ്പെക്ട്രത്തിന് ഒന്ന് രണ്ടെണ്ണം ഓർത്തിരിക്കുക. എറിത്രോമൈസിൻ, അതുപോലെ തന്നെ അമോക്സിലിനൊക്കെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ്. ടെട്രാസൈക്ലിൻ, അങ്ങനെയുള്ളതൊക്കെ എന്താണ് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സിന് എക്സാമ്പിൾ ആണ്. ക്ലോറോമെഫെനിക്കോൾ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ഐസൊലേറ്റഡ് ഇൻ 1947 ഈസ് എ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കിന് എക്സാമ്പിൾ ആണ്. ക്ലോറോംഫെനിക്കോൾ. It is rapidly absorbed from the gastrointestinal tract and hence can be given orally in case of typhoid, fever, certain form of urinary infection ഒക്കെ ഉപയോഗിക്കാനാണ് ക്ലോറോമെഫെനിക്കോൾ. ഓക്കെ, എന്നാൽ ഇവിടെ ക്ലോറിൻ അടങ്ങിയിട്ടുണ്ട് അല്ലേ, അതുകൊണ്ടാണ് ക്ലോറോമെഫെനിക്കോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. പനോമൈസിൻ ആൻഡ് ഒഫ്ലാക്സിൻ ആർ ദ അതർ ഇമ്പോർട്ടന്റ് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ്. അന്നേരം ഒഫ്ലാക്സിൻ ഇതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ബ്രോഡ് സ്പെക്ട്രത്തിനൊക്കെ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. പലതരത്തിലുള്ള ആന്റിബയോട്ടിക്സ് ആണ്. ദ ആന്റിബയോട്ടിക് ഡൈസിഡെറിസിൻ ഇസ് സപ്പോസ്ഡ് ടു ബി ടോക്സിക് ടു എ സർട്ടൻ സ്ട്രെയിൻസ് ഓഫ് ക്യാൻസർ സെൽസ്. പലതരത്തിലുള്ള അതിന്റെ എഫക്റ്റുകളാണ് ബ്രോഡ് സ്പെക്ട്രം. ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ഇപ്പൊ നമ്മൾ പഠിച്ചത് ബ്രോഡ് സ്പെക്ട്രവും ലിമിറ്റഡ് സ്പെക്ട്രവും ആയിരുന്നു അല്ലെ. ഇനി ഇവിടെ നമ്മൾ on the basis of mode of action, antibiotics are classified as following. Bacteriostatic എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആന്റിബയോട്ടിക് ബയോളജിക്കൽ ഓർ കെമിക്കൽ ഏജന്റ് ആണ് that stops bacteria from reproducing while not necessarily killing them otherwise. അതിന്റെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, ബാക്ടീരിയ മൾട്ടിപ്പിൾ ആകുന്നത് തടയുന്നു. ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നിർത്തുന്നു, സ്റ്റോപ്പ് ആക്കുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ. A bacteriostatic agent is a biological or chemical agent that stops bacteria from reproducing while not necessarily killing them otherwise. അതാണ് ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത ബാക്ടീരിസിഡൽ ഏജന്റ് is a biological or chemical agent that kills the bacteria. അതിനെ കൊന്നുകളയുക, ബാക്ടീരിയയെ കൊന്നുകളയുന്നതിനാണ് ബാക്ടീരിയസിഡിൽ എന്ന് പറയുന്നത്. ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ that stop bacteria from reproducing, പെരുകാതെ അതിനെ അവിടെ while not necessarily killing them otherwise. രണ്ടായിട്ട് ആന്റിബയോട്ടിക്കിനെ ക്ലാസിഫൈ ചെയ്ത് ബാക്ടീരിയോസ്റ്റാറ്റിക്കും ബാക്ടീരിയോസിഡിലും. ഓക്കെ, ആന്റിബയോട്ടിക്കിന് ബാക്ടീരിയോസിഡിലിന് എക്സാമ്പിൾ പെൻസിലിൻ, അതുപോലെ തന്നെ ഒഫ്ലോക്സിൻ. ബാക്ടീരിയോസ്റ്റാറ്റിക്കിന് എക്സാമ്പിൾ ആണ് ടെട്രാക്ലിൻ,
ക്ലോറോമെഫിനിക്കോൾ, എറിത്രോമൈസിൻ ഒക്കെ ബാക്ടീരിയോസ്റ്റാറ്റിക്. എന്നാൽ ഓർത്തിരിക്കുക, ബാക്ടീരിയോസിഡിലും ബാക്ടീരിയോസ്റ്റാറ്റിക്കും. On the basis of mode of action, bacteriostatic antibiotic example tetracycline, chloromephenicol, erythromycin, lincomycin. Bacteriocidal antibiotic ആണ് cephalosporin, penicillin, erythromycin, aminoglycoside, cotrimoxazole. ഇതെല്ലാം ബാക്ടീരിയോസിഡിൽ ആന്റിബയോട്ടിക് ആണ്. രണ്ട് ടൈപ്പാണ്. ഓൺ ദ മോഡ് ഓഫ് ആക്ഷൻ, ഒരാള് ബാക്ടീരിയയെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് നിർത്തുന്നു. അതുപോലെ മറ്റേ ആൾ എന്താണ് ചെയ്യുന്നത്? മറ്റേ ടൈപ്പ് അത് അതിന് ബാക്ടീരിയ നശിപ്പിച്ച് കളയുന്ന ടൈപ്പ് ആന്റിബയോട്ടിക്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റിബയോട്ടിക് രണ്ട് ടൈപ്പായിരുന്നു. ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ആക്ഷൻ, ബാക്ടീരിയോസ്റ്റാറ്റിക്, ബാക്ടീരിയോസിഡിൽ. ഓക്കെ, ആന്റിബയോട്ടിക്കിന് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ആക്ഷൻ, ബാക്ടീരിയോസ്റ്റാറ്റിക് ആൻഡ് ബാക്ടീരിയസിഡിൽ. ഓക്കെ, ഇനി അടുത്ത ബേസ്ഡ് ഓൺ ദെയർ സ്പെക്ട്രം ഓഫ് ആക്ഷൻ, സ്പെക്ട്രം ഓഫ് റേഞ്ച് എങ്ങനെയാണ്? ബ്രോഡ് സ്പെക്ട്രം, നാരോ സ്പെക്ട്രം. വളരെയധികം രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബ്രോഡ് സ്പെക്ട്രം, നാരോ സ്പെക്ട്രം ലിമിറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നാരോ സ്പെക്ട്രം. ഓക്കെ, ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റിബയോട്ടിക്സ് നമ്മൾ കാണുന്നത്. ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ആക്ഷൻ, ബേസ്ഡ് ഓൺ ദെയർ സ്പെക്ട്രം ഓഫ് ആക്ഷൻ വെച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. എന്താണ് ബാക്ടീരിയോസ്റ്റാറ്റിക്, എന്താണ് ബാക്ടീരിയോസിഡിൽ എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ബ്രോഡ് സ്പെക്ട്രം, നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോഴും മനസ്സിലാക്കണം ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചിരിക്കുന്നത്. അടുത്തതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് ആന്റിബയോട്ടിക് അല്ലെ. എന്താ ആന്റിബയോട്ടിക്സ്? ആർ കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് കിൽ ആൻഡ് സ്റ്റോപ്പ് ദി ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. അതാണ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സിന്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ആന്റിബയോട്ടിക്സ് കഴിയുമ്പോൾ ഉടനെ ഒരു വന്നിരിക്കണം ആന്റിസെപ്റ്റിക്. നമുക്ക് പഠിക്കാനുള്ള ഒരു കെമിക്കലാണ് ആന്റിസെപ്റ്റിക്. എന്താണ് ആന്റിസെപ്റ്റിക്? നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഡെറ്റോളോ അങ്ങനെയുള്ളതൊക്കെ ആന്റിസെപ്റ്റിക് ആണ്. ആന്റിസെപ്റ്റിക് പ്രിവെന്റ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ മൈക്രോ ഓർഗാനിസംസ് വിത്തൌട്ട് നെസസറി കില്ലിംഗ് ദം. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാല് prevents the growth and development of the microorganisms without necessarily killing them. അതാണ് ആന്റിസെപ്റ്റിക്. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക്സ് ആർ കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് കിൽ ആൻഡ് സ്റ്റോപ്പ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. ഇതാണ് ആന്റിസെപ്റ്റിക്കും ആന്റിബയോട്ടിക്കും തമ്മിലുള്ള വ്യത്യാസം. ആന്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റന്റ് ഇറ്റ്സ് എക്സാമ്പിൾ. Antiseptic and disinfectant are also the chemicals with either kill or prevent the growth of microorganisms. ആന്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റന്റും ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം, ആന്റിസെപ്റ്റിക് നമ്മുടെ ഒരു മുറിവുണ്ടായെങ്കിൽ നമ്മൾ ആ ഡെറ്റോള് നമ്മൾ അതിനകത്തോട്ട് പറ്റുവാണെങ്കിൽ എന്താണ്? അതൊരു ആന്റിസെപ്റ്റിക് ആണ്. ഡെറ്റോളിന്റെ ലൈനി വെള്ളത്തിൽ ലയിപ്പിച്ച് നേർപ്പിച്ച് ലൈനി നമ്മൾ അതാക്കുന്നു. അന്നേരം അതൊരു ആന്റിസെപ്റ്റിക് ആണ്. ഇനി നമ്മൾ ബാത്റൂം ഒക്കെ കഴുകുന്നു. അവിടെ എന്തിനാ ബാത്റൂം ഒക്കെ കഴുകുന്നത്? നമ്മൾ ലോഷനൊക്കെ ഉപയോഗിച്ച് ഫിനോളൊക്കെ ഉപയോഗിച്ച് കഴുകുന്നു. അത് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയും. എന്നാൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും രണ്ടിടത്തും എന്താണ് ഈ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയാ, അതിന്റെ രോഗാണുക്കൾ പടരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ആന്റിസെപ്റ്റിക്കിന്റെയും ഡിസിൻഫെക്റ്റന്റെയും ഉപയോഗം. ആന്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റൻസ് ആർ കെമിക്കൽസ് which either kill or prevent the growth of microorganism. Okay, ആന്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റന്റും അതാണ്. അതെന്താ രണ്ടിന്റെയും ജോലി? കിൽ or prevent the growth of microorganisms. Antimicrobes ആണ്. Antiseptics are the chemical substance which prevent the growth of microorganisms and may even kill them. They are safe to be applied to living tissue. ആന്റിസെപ്റ്റിക്കിന് പ്രത്യേകത നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കാം, ലിവിംഗ് ടിഷ്യൂവിൽ ഉപയോഗിക്കാം. Commonly used antiseptic, Dettol is a mixture of chloroxylol and terpinol. Okay, അത് ഡെറ്റോൾ എന്ന് പറയുന്നത് ഒരു ആന്റിസെപ്റ്റിക് ആണ്. ഫ്യൂറാസിൻ, സൊഫ്രാമിസ് എല്ലാം നമുക്ക് എക്സാമ്പിൾ ആണ് ആന്റിസെപ്റ്റിക്കിന്. നമുക്ക് ഇവിടെ പറയാം ഡെറ്റോൾ എന്ന് പറയുന്നത് ഒരു മിക്സർ ഓഫ് ക്ലോറോക്സിലിനോൾ ആൻഡ് ടെർപ്പിനോളിന്റെ ഒരു മിക്സറാണ് ഡെറ്റോൾ. അതൊരു ആന്റിസെപ്റ്റിക് ആണ്. ഡെറ്റോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതം അല്ലെ. എന്താണ് ആന്റിസെപ്റ്റിക്? കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് പ്രിവെന്റ് ദി ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ് and may even kill them. They are safe to be applied to living tissues. നമുക്കിപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളെ ഈ ആന്റിസെപ്റ്റിക് ഒക്കെ എല്ലാവർക്കും ഇതാണ് അണുനാശനം അല്ലെ. Some commonly used antiseptic are Dettol, Methanol, Iodine and hydrogen peroxide solution. ഇതെല്ലാം ആന്റിസെപ്റ്റിക്കിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ ശരീരത്ത് മുറിവുണ്ടായി, ആ മുറിവുണ്ടായപ്പോൾ ഉടനെ നമുക്കൊരു ആന്റിസെപ്റ്റിക് പരട്ടുവാണ്. അതിന്റെ മൈക്രോ ഓർഗാനിസം അതിന്റെ ഇതിനെ തടയാൻ വേണ്ടി, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, ബാക്ടീരിയ ഒന്നും വരാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുകയാണ് ടിങ്ചർ.
ടിങ്ചർ അയഡിൻ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ടിങ്ചർ എന്ന് പറഞ്ഞാൽ ആർ ആൽക്കഹോളിക് ഓർ ഹൈഡ്രോ ആൽക്കഹോളിക് സൊല്യൂഷൻ പ്രിപ്പയർഡ് ഫ്രം വെജിറ്റബിൾ മെറ്റീരിയൽസ് ഓർ ഫ്രം കെമിക്കൽ സബ്സ്റ്റൻസ്. എന്നാൽ ടിങ്ചർ അയഡിൻ അതിനകത്ത് അയഡിൻ ചേർക്കുന്നതാണ് ടിങ്ചർ അയഡിൻ. ടിങ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് ഓർ ഹൈഡ്രോ ആൽക്കഹോളിക് സൊല്യൂഷൻ പ്രിപ്പയർഡ് ഫ്രം വെജിറ്റബിൾ മെറ്റീരിയൽ ഓർ ഫ്രം കെമിക്കൽ സബ്സ്റ്റൻസ്. ഇതൊരു ആന്റിസെപ്റ്റിക് ആണ് ടിങ്ചേഴ്സ് ഒക്കെ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും antiseptic properties. Iodine is a powerful antiseptic. It is a 2-3% solution in alcohol water mixture is known as tincture of iodine. Tincture of iodine. Okay. Tincture of iodine എന്ന് പറഞ്ഞാൽ അയഡിന്റെ ആൽക്കഹോളിക് മിക്സറിനെയാണ് tincture of iodine എന്ന് പറയുന്നത്. It is applied on wounds. Iodoform also used as an antiseptic for wounds. Boric acid in dilute solution is a weak antiseptic. അങ്ങനെ പലതരത്തിലുള്ള ആന്റിസെപ്റ്റിക്കിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ടിങ്ചർ ഓഫ് അയഡിൻ ഒരു ആന്റിസെപ്റ്റിക് ആണ്. ഐഡോഫോം ഒരു ആന്റിസെപ്റ്റിക് ആണ്. ബോറിക് ആസിഡ് ഇൻ ഡൈലൂട്ട് സൊല്യൂഷൻ ആന്റിസെപ്റ്റിക് ആണ്. ആന്റിസെപ്റ്റിക് ആർ അപ്ലൈഡ് ടു ദ ലിവിംഗ് ടിഷ്യൂസ് സച്ച് ആസ് വൂൺസ്, കട്ട്സ്, അൾസേഴ്സ് ആൻഡ് ഡിസീസ്ഡ് സ്കിൻ സർഫസ്. അങ്ങനെ പലതരത്തിലുള്ള എക്സാമ്പിൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ആന്റിസെപ്റ്റിക്കിന് എക്സാമ്പിൾ ആണ്. ബിത്തിനോൾ, ബിത്തിനോളിന്റെ സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ടെർപ്പിനോൾ ആന്റിസെപ്റ്റിക് ആണ്. ക്ലോറോ ഓക്സിലിനോൾ ഇതെല്ലാം ആന്റിസെപ്റ്റിക്കുകളാണ്. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ ലിവിംഗ് ടിഷ്യൂസിനകത്ത് നമ്മുടെ മനുഷ്യ ശരീരത്തെ പുറം തൊലിയിൽ ഉപയോഗിക്കാവുന്നതാണ് ആന്റിസെപ്റ്റിക്. ഇനി എന്താണ് ഡിസിൻഫെക്ടന്റ്? ഡിസിൻഫെക്ടന്റ് എന്ന് പറഞ്ഞാലും ആന്റി മൈക്രോബ്സ് ആണ്. ആർ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് കിൽ മൈക്രോ ഓർഗാനിസംസ് ബട്ട് ആർ നോട്ട് സേഫ് ടു ബി അപ്ലൈഡ് ടു ലിവിംഗ് ടിഷ്യൂ. Disinfectants are chemical substances which kill microorganisms but are not safe to be applied to living tissue. These are applied to inanimate objects such as floors, drainage സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കാൻ ഡിസിൻഫെക്ടൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1% സൊല്യൂഷൻ ഓഫ് ഫിനോൾ വർക്ക് ആസ് ഡിസിൻഫെക്ടന്റ്. ഡിസിൻഫെക്ടന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് 1% സൊല്യൂഷൻ ഓഫ് ഫിനോൾ. 0.2 to 0.4 ppm in aqueous solution of chlorine and low concentration of sulfur dioxide are ഡിസിൻഫെക്ടന്റ്. 2-3 ഡിസിൻഫെക്ടന്റെ പേര് പഠിച്ചിരിക്കണം. ഫിനോൾ നമുക്കറിയാം 1% സൊല്യൂഷൻ ഓഫ് ഫിനോൾ ഡിസിൻഫെക്ടന്റ് ആണ്. അതുപോലെ 0.2 to 0.4% ഓഫ് aqueous solution of chlorine and low concentration of sulfur dioxide എല്ലാം ഡിസിൻഫെക്ടന്റ് ആണ്. ആന്റിസെപ്റ്റിക്കിന്റെയും ഡിസിൻഫെക്ടന്റെയും രണ്ട് വ്യത്യാസം ബോർഡ് എക്സാമിനൊക്കെ പലവട്ടം ചോദിക്കുന്നതാണ്. എന്താണ് വ്യത്യാസം നമുക്ക് പറയാം. ആന്റിസെപ്റ്റിക് ഡിസ്ട്രോയ് മൈക്രോബ്സ്, അതായത് ആന്റി മൈക്രോബ്സ് ആണ്. ഓർ ഇൻഹിബിറ്റ് ദെയർ ഗ്രോത്ത്. ആന്റിസെപ്റ്റിക്. ഡിസിൻഫെക്ടന്റ് ഓൺലി ഡിസ്ട്രോയ് മൈക്രോബ്സ്. ഓക്കെ. ആന്റിസെപ്റ്റിക് ഡു നോട്ട് ഹാം ലിവിംഗ് ടിഷ്യൂസ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. ഡു നോട്ട് ഹാം ലിവിംഗ് ടിഷ്യൂസ് ആന്റിസെപ്റ്റിക്. ഡിസിൻഫെക്ടന്റ് കോസ് ഹാം ടു ലിവിംഗ് ടിഷ്യൂസ്. ഡിസിൻഫെക്ടന്റ് കോസ് ഹാം ടു ലിവിംഗ് ടിഷ്യൂസ്. ആന്റിസെപ്റ്റിക് യൂസ്ഡ് ഇൻ വൂൺസ്, കട്ട്സ് അങ്ങനെയുള്ള സ്കിന്നിലൊക്കെ ഉപയോഗിക്കുന്നു. ഇവിടെ ഡിസിൻഫെക്ടന്റ് യൂസ്ഡ് ഇൻ ബാത്റൂം അങ്ങനെയുള്ള ഇതിലൊക്കെയാണ്. അതായത് നമ്മുടെ ടിഷ്യൂസിലല്ല ഉപയോഗിക്കുന്നത് ഡിസിൻഫെക്ടന്റ്. ടിഷ്യൂസിന് അത് ഡിസ്ട്രോയ് ചെയ്യുന്നു. നമുക്ക് ഡിഫറൻസ് ഒന്നും കൂടെ നോക്കാം. Disinfectant, chemical substance used to kill microorganisms. Antiseptic, chemical substance which prevent growth of microorganisms and may even kill them. Disinfectant are applied on non-living objects. Important point ഓർത്തിരിക്കുക. Disinfectant are applied on non-living object. Antiseptic are applied on living tissue. Okay. Safe ആയിട്ട് ലിവിംഗ് ടിഷ്യൂസിനകത്ത് ഉപയോഗിക്കാനാണ് ആന്റിസെപ്റ്റിക്. ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ കൺസെപ്റ്റ്. Disinfectant applied on non-living object. Antiseptic are safe to apply on living tissues. Disinfectant used in drains, അതായത് ഓട, ടോയ്ലറ്റ്സ്, ഫ്ലോർസ് എല്ലാം ഉപയോഗിക്കാം. ആന്റിസെപ്റ്റിക്സ് ആർ യൂസ്ഡ് ഓൺ വൂൺസ്, കട്ട്, അൾസേഴ്സ് ഒക്കെ ഉപയോഗിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1% ഫിനോള് ഡിസിൻഫെക്റ്റന്റ് ആണ്. ആന്റിസെപ്റ്റിക്കിന് എക്സാമ്പിൾ ആണ് സൊഫ്രാമൈസിൻ. സൊഫ്രാമൈസിൻ ഒക്കെ ആന്റിസെപ്റ്റിക്കിന് എക്സാമ്പിൾ ആണ്. നിങ്ങളോട് ഇപ്പൊ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലേ. ഡിസിൻഫെക്റ്റന്റ്, ആന്റിബയോട്ടിക്, അതുപോലെ തന്നെ ആന്റിസെപ്റ്റിക്, അതുപോലെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അനാലജിസിസ്, ആന്റിഹിസ്റ്റാമിൻസ്, ആന്റാസിഡ്. ഇങ്ങനെ കോളം 1, കോളം 2 മാച്ച് ദ ഫോളോയിങ് വന്നാലൊക്കെ നമ്മൾ ചെയ്യാൻ പഠിക്കണം. അതിനുവേണ്ടി എന്താണ് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത് ഓർത്തിരിക്കുക. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ആൻസർ ചെയ്യാൻ സാധിക്കും. അടുത്താണ് ആന്റി ഫെർട്ടിലിറ്റി ഡ്രഗ്. ആന്റി ഫെർട്ടിലിറ്റി ഡ്രഗ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇവിടെ ഈ പടം കാണുമ്പോൾ, ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ആന്റി ഫെർട്ടിലിറ്റി ഡ്രഗ്.
Anti-fertility drugs are chemical substances which suppress the action of hormones that promote pregnancy. ഇല്ലാതാക്കാൻ വേണ്ടി സപ്രസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ആന്റിഫെർട്ടിലിറ്റി ഡ്രഗ്സ് എന്ന് പറയുന്നത്. ദീസ് ഡ്രഗ്സ് ആക്ച്വലി റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് പ്രഗ്നൻസി ആൻഡ് ആക്ട് ആസ് പ്രൊട്ടക്ഷൻ. Anti-fertility drugs are made up of derivatives of synthetic progesterone or a combination of derivatives of estrogen and progesterone. Okay, ഇതാണ് ആന്റിഫെർട്ടിലിറ്റി ഡ്രഗ്. Some of the commonly used pills contain a mixture of norethindrone and novastrol. ഇത് രണ്ടിന്റെയും ഈ രണ്ട് കെമിക്കൽസിന്റെയും മിക്സറാണ് ആന്റിഫെർട്ടിലിറ്റി ഡ്രഗ് എന്ന് പറയുന്നത്. ഇവിടെ നോവാസ്ട്രോളിന് നമ്മൾ ഈസ്ട്രോജൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ പ്രൊജസ്ട്രോൺ പ്രൊവൈഡ് ചെയ്യുന്ന കെമിക്കൽ ഇതാണ് പാർട്ടാണ് നോർത്തിൻഡ്രോൺ. ഓക്കെ, all such drugs are expected to have side effect and hence should be used under proper medical advice. മെഡിക്കൽ അഡ്വൈസ് ഇല്ലാതെ ഇതൊന്നും ഉപയോഗിക്കരുത്. കാരണം ഇതൊക്കെ വളരെയധികം സൈഡ് എഫക്ട് വരുന്നതാണ് ആന്റിഫെർട്ടിലിറ്റി ഡ്രഗ്സ്. ആന്റിഫെർട്ടിലിറ്റി ഡ്രഗ്സിനകത്ത് രണ്ട് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് നോർത്തിൻഡ്രോണും നോവാസ്ട്രോളും. ഈസ്ട്രജൻ പാർട്ട് തരുന്നതാണ് നോവാസ്ട്രോള്, പ്രൊജസ്ട്രോൺ പാർട്ട് തരുന്നതാണ് നോർത്തിൻഡ്രോൺ. ഓക്കെ, ആന്റിഫെർട്ടിലിറ്റി ഡ്രഗ്സ് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് വിച്ച് ആർ യൂസ് ടു ചെക്ക് പ്രഗ്നൻസി ഇൻ വുമൺ ആർ കോൾഡ് ആന്റിഫെർട്ടിലിറ്റി ഡ്രഗ്. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറയാം ആന്റിഫെർട്ടിലിറ്റി ഡ്രഗ് എന്ന് പറഞ്ഞാൽ ബെർത്ത് കൺട്രോൾ പിൽസ് എന്നാണ്. ഓക്കെ, ബെർത്ത് കൺട്രോൾ പിൽസ്. ദീസ് കൺട്രോൾ ദ ഫീമെയിൽ മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഓവുലേഷൻ. അന്നേരം ബെർത്ത് ആന്റിഫെർട്ടിലിറ്റി ഡ്രഗ് എന്ന് പറഞ്ഞാൽ ബെർത്ത് കൺട്രോൾ പിൽസ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. ഇനി ഇത്രയും നേരം നമ്മള് മെഡിസിന്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ആന്റിഫെർട്ടിലിറ്റി ഡ്രഗ്, ആന്റിബയോട്ടിക്സ്, ആന്റിസെപ്റ്റിക്, അതുപോലെ ഡിസിൻഫെക്റ്റന്റ്. ഇനി നമുക്ക് കുറച്ച് ഭക്ഷണകാര്യത്തിലേക്ക് കിടക്കാം. കെമിക്കൽസ് ഇൻ ഫുഡ് അല്ലെ? കെമിക്കൽസ് ഇൻ ഫുഡ് നമുക്കിപ്പം അറിയാം, ഏറ്റവും ഇഷ്ടം ഈ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഐറ്റംസ് ആണ് നിങ്ങളുടെ പ്രായത്തിലുള്ളവർക്കെല്ലാം കൂടുതൽ ഇഷ്ടം. എന്നാൽ ഇവിടെ ഈ ബേക്കറി ഐറ്റംസിനകത്തൊക്കെ വളരെയധികം കെമിക്കൽസ് ചേർന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പം നമുക്ക് എന്താണ്, നമ്മുടെ വീട്ടിലെ ഫുഡ് എത്ര നല്ലതാണെന്ന് ഓർക്കും. കാരണം നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഫുഡാണ് ഏറ്റവും നല്ലത്. കെമിക്കൽസ് ആർ ആഡഡ് ടു ഫുഡ് ഫോർ ദർ പ്രിസർവേഷൻ. നമുക്കറിയാം, ഇപ്പം നിങ്ങൾ ഒരു വീട്ടിലെ അച്ചാർ, വീട്ടിൽ നിങ്ങളുടെ അമ്മ ഉണ്ടാക്കിയൊരു അച്ചാർ എടുക്കുക, അതുപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഒരു അച്ചാർ, അതായത് ബേക്കറിയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിങ്ങൾ വാങ്ങിച്ചൊരു അച്ചാർ എടുക്കുക. വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന അച്ചാർ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇച്ചിരി ചെറിയ പൂപ്പലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇതാകുന്ന പോലെ നമുക്ക് തോന്നും, അതായത് കേടാകുന്ന പോലെ ഒരു തോന്നലുണ്ടാകും. കാരണം അത് അതിനകത്ത് കൂടുതൽ പ്രിസർവേഷൻ ഒന്നും നടത്തിയിട്ടില്ല. എന്നാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിരിക്കുന്ന നമ്മുടെ വീട്ടിലുണ്ടാക്കാത്ത അച്ചാർ, അതായത് ബേക്കറിയിൽ നിന്നോ അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന അച്ചാർ എടുക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ചാലും അത് ഒരു കേടുവാകാതെ അതുപോലെ തന്നെ ഇരിക്കും. അതിന്റെ കാര്യം എന്തായിരിക്കും? പ്രിസർവേറ്റീവ് ചേർത്തിട്ടുണ്ട്. പ്രിസർവേറ്റീവ് കേടാകാതിരിക്കാനുള്ള പല സാധനങ്ങളും അവിടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കേടാകാതിരിക്കുന്നത്. അതിനകത്ത് ഓർത്തിരിക്കുക, പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫുഡ് കേടാകാതിരിക്കാൻ വേണ്ടി. പക്ഷെ അത് ചിലപ്പോൾ കെമിക്കൽസ് ആയിരിക്കും. ആ കെമിക്കൽസ് എല്ലാവർക്കും ഇപ്പം ഒരുപോലെ നല്ലതായിരിക്കണമെന്നില്ല, അതിന് സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടാവും. കെമിക്കൽസ് ആർ ആഡഡ് ടു ഫുഡ് ഫോർ ദെയർ പ്രിസർവേഷൻ, എൻഹാൻസിംഗ് ദെയർ അപ്പീൽ ആൻഡ് അഡിറ്റേറ്റീവ് ന്യൂട്രേറ്റീവ് വാല്യൂ ഇൻ ദം. മെയിൻ കാറ്റഗറീസ് ഓഫ് ഫുഡ് അഡിറ്റേറ്റീവ്സ് ആർ ആസ് ഫോളോസ്. ഫുഡ് കളേഴ്സ്, നല്ല നല്ല കളർ. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിന് വലിയ കളറൊന്നും കിട്ടത്തില്ല അല്ലേ? ഒരു മഞ്ഞ കളറൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാലൊക്കെ ഉള്ളൂ മഞ്ഞ കളർ കിട്ടത്തുള്ളൂ. എന്നാൽ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അലുവായും അങ്ങനെയുള്ള പലതിനൊക്കെ എന്ത് നല്ല കളറാണ്. ഫുഡ് കളേഴ്സ് ചേർത്തിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അതുപോലെ ഫ്ലേവേഴ്സ് ആൻഡ് സ്വീറ്റ്നേഴ്സ്, ഫാറ്റ് എമൽഷൻസ് ആൻഡ് സ്റ്റെബിലൈസിങ് ഏജൻസ്, ഫ്ലോർ ഇംപ്രൂവേഴ്സ്, ആന്റി ഓക്സിഡൻസ്, പ്രിസർവേറ്റീവ്സ്, ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് സച്ച് ആസ് മിനറൽ വൈറ്റമിൻസ് ആൻഡ് അമിനോ ആസിഡ്. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കുഴപ്പമില്ല, ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് കിട്ടാൻ വേണ്ടി മിനറൽസും വൈറ്റമിൻസും ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ അത് വളരെ കുറച്ചൊക്കെ കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മുടെ കെമിക്കൽസ്, ഫുഡിനകത്ത് കെമിക്കൽസിനെ പറ്റി പറയുമ്പോൾ മധുരം, സ്വീറ്റ്നസ്, രണ്ട് തരത്തിലുള്ള സ്വീറ്റ്നസ് ആണുള്ളത്. നാച്ചുറൽ സ്വീറ്റ്നസും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസും. നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഡെക്സ്ട്രോസ്, സുക്രോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ് സുക്രലോസ്, നിയോട്ടൈം, സാക്രൈഡ് ഒക്കെ എന്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. Artificial sweeteners are substances that are used to as substitutes for natural sugar. Natural sugar is sucrose. They contain low calories. Artificial sweeteners. They are many times sweeter than regular sugar, so they are also referred to as
ഇന്റൻസ് സ്വീറ്റ്നെസ്. നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ്സിന് ഭയങ്കര മധുരമായിരിക്കും, പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോ കലോറി ആയിരിക്കും അവിടെ ഉള്ളത്. ലോ കലോറി സ്വീറ്റ്നെസ്, അതാണ് എക്സാമ്പിൾ ആണ് സാക്രിൻ. സാക്രിൻ കേട്ടിട്ടുണ്ട്. സാക്രിൻ എന്താണ്? സാക്രിൻ ലോ ആൻഡ് നോ കലോറിക് സ്വീറ്റ്നെസ് ലൈക്ക് എ സാക്രിൻ ആർ എ ടൂൾ ടു ഹെൽപ്പ് റെഡ്യൂസ് ദ calories we consume from sugar. Low calorie ഉള്ളതാണ് സാക്രിൻ. Saccharin is sweet like sugar. Unlike sugar, saccharin is not broken down during digestion, passing through our bodies unchanged. This means that saccharin provides sweet taste without calories. ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് സാക്കരിൻ എന്ന് പറഞ്ഞാൽ മധുരമുള്ളതാണ് ഷുഗറിനെ പോലെ തന്നെ. അൺലൈക്ക് ഷുഗർ, സാക്കരിൻ ഇസ് നോട്ട് ബ്രോക്കൺ ഡൗൺ ഡ്യൂറിങ് ഡൈജഷൻ. ഓർത്തിരിക്കുക, ഡൈജഷൻ ദഹനം നടക്കുമ്പോൾ അത് ബ്രേക്കപ്പ് ചെയ്യുന്നില്ല. പാസിംഗ് ത്രൂ അവർ ബോഡീസ് അൺചേഞ്ച്ഡ്. സാക്കറിൻ ഇങ്ങനെ അങ്ങ് പോകുന്നു, ഒന്നും ചേഞ്ചസ് വരാതെ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഫുഡ് ഐറ്റംസിനകത്തൊക്കെ നമ്മൾ പലതരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ കലർത്തുമ്പോൾ നല്ല തിളക്കം, എല്ലാം ഫ്രഷ് ആയിട്ടിരിക്കുന്നു, അതിന് പുതുമയൊക്കെ വരുന്നു. പക്ഷെ ആ കെമിക്കൽസ് വളരെ ഇത് ചെയ്യുന്നതാണ്, നമുക്ക് നമ്മുടെ ശരീരത്തിന് ഹാനികരം ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ കെമിക്കൽസ്. Chemicals are used to give a bright, fresh and tasty flavor to the fruits. Chemicals are used to preserve food longer and not decompose. നമ്മളെ ശരിക്കും അതൊന്നും അഴുകത്തൊന്നുമില്ല, ഇങ്ങനെ അതുപോലെ പുതുമ എത്ര നാൾ ഇരുന്നാലും പുതുമയായിട്ടിരിക്കുകയാണ്. പിന്നെ ഈച്ചയൊക്കെ വന്നിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെയാണ് ശരിയായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഫ്രൂട്ട്സ് ഒന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണ് അസ്പാർട്ടൈം. അസ്പാർട്ടിങ്ങിന് ആസിഡ് പാർട്ടുണ്ട് അവിടെ, പിന്നെ മീഥൈൽ എസ്റ്റർ പാർട്ടും ഉണ്ട്. സ്വീറ്റർ വാല്യൂ എന്ന് പറയുന്നത് കെയിൻ ഷുഗറുമായിട്ട് നോക്കുമ്പോൾ 100 സ്വീറ്റ്നർ വാല്യൂ ഇൻ കമ്പാരിസൺ ടു കെയിൻ ഷുഗർ 100 ആണ്. സാക്രിൻ ആണ്, സാക്രിന്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. 550 ഇതാണ് അവിടുത്തെ കെയിൻ ഷുഗറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ സ്വീറ്റ്നെസ്. സുക്രലോസിന്റെ സ്ട്രക്ചറാണ്. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ്. 600 ആണ് അവിടുത്തെ സ്വീറ്റ്നെസ് വാല്യൂ. അതുപോലെ തന്നെ അൾട്ടൈമിന്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. അത് 2000 ആണ് സ്വീറ്റ്നർ വാല്യൂ. ഓക്കെ, ഇതെല്ലാം നമ്മളിപ്പം കണ്ടത് അസ്പാർട്ടൈം, സാക്രിൻ, സുക്രലോസ്, അൾട്ടൈം, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ്. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് നമ്മൾ ബേക്കറി ഐറ്റത്തിനകത്തൊക്കെ ചേർക്കുന്ന, പെട്ടെന്ന് ഭയങ്കര മധുരം വരാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ്. പഞ്ചസാര ചേർത്താൽ നഷ്ടമാണ്, കാരണം എന്താണ്, നല്ല വിലയായതുകൊണ്ട്. ഇതിലൂടെ ഫുഡ് പ്രിസർവേഷൻ. Food preservation prevents the growth of microorganisms or other microorganisms and slowing the oxidation of fats that cause rancidity. Food preservative prevents spoilage of food. നല്ല നല്ല അച്ചാറുകൾ അല്ലേ, ഉപ്പിലിട്ടാന്നൊക്കെ പറയും. ഇവിടെ ഫുഡ് പ്രിസർവേറ്റീവ് ചേർത്താൽ അത് അതുപോലെ തന്നെ ഇരുന്നോളും. പക്ഷെ നമുക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കാൻ അച്ചാറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നല്ലൊരു ഫുഡ് പ്രിസർവേറ്റീവ് ആണ് സോൾട്ട്, ഉപ്പ്. അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവർക്ക് ചിലപ്പം കൂടുതലൊക്കെ ആകും, BP പേഷ്യൻസിനൊക്കെ. എന്നാൽ അത് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് പ്രിസർവേറ്റീവ് ആണ്. ഫുഡ് പ്രിസർവേറ്റീവ് പ്രിവെന്റ് സ്പോയിലേജ് ഓഫ് ഫുഡ് ഡ്യൂ ടു മൈക്രോബിയൽ ഗ്രോത്ത്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്രിസർവേറ്റീവ് ഇൻക്ലൂഡ് ടേബിൾ സോൾട്ട്, അതാണ് നമ്മുടെ ഉപ്പ്, അതുപോലെ ഷുഗർ, വെജിറ്റബിൾ ഓയിൽസ് ആൻഡ് സോഡിയം ബെൻസോയേറ്റ്. ഓർത്തിരിക്കുക, സോഡിയം ബെൻസോയേറ്റ് ഒരു ഫുഡ് പ്രിസർവർ ആണ്. C6H5COON. സോഡിയം ബെൻസോയേറ്റ് ഈസ് യൂസ്ഡ് ടു ലിമിറ്റഡ് quantities and is metabolized in the body. Salts of sorbic acid and propanoic acid are also used as preservative. സോഡിയം ബെൻസോയേറ്റ്, അതുപോലെ തന്നെ സോർബിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ് ഒക്കെ സോൾട്ടും പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നു, കേടുകൂടാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഫുഡ് അഡിറ്റേറ്റീവ് ആണ്. അഡ്വാൻറ്റേജ്, നമുക്കിതൊക്കെ ചേർക്കുന്ന കാരണം എന്താണ്, മേക്ക് ഫുഡ് സ്റ്റേ ഫ്രഷ്, ലോങ്ങർ, ലുക്ക് നൈസർ ആൻഡ് ടേസ്റ്റ് ബെറ്റർ. നല്ല രുചിയായിരിക്കും. അതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ പറയുന്നത് പുറത്ത് കടന്ന് വാങ്ങിച്ചിരിക്കുന്ന ആഹാരമാണ് അമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തേക്കാൾ നല്ലതെന്ന് പറയാൻ കാരണം. അതിന്റെ നല്ല ലുക്ക് നൈസറും ടേസ്റ്റ് ബെറ്ററും അതുപോലെ തന്നെ സ്റ്റേ ഫ്രഷ് ലോങ്ങറും ഒക്കെ ആകുന്നതിന് കാരണം ഈ ഫുഡ് അഡിറ്റേറ്റീവ് ഒക്കെ ചേർക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അസോസിയേറ്റ് വിത്ത് സീരിയസ് ഡിസീസ് ലൈക്ക് ക്യാൻസർ ആൻഡ് ആസ്മ. അതുകൊണ്ട് ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡൊക്കെ ഒന്ന് ക്രമീകരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ കെമിക്കൽസ് ഒക്കെ ഒത്തിരി വരുവാണെങ്കിൽ, അധികമായ അമൃതം ഭക്ഷണം എന്ന് പറഞ്ഞ പോലെ അധികമാകാതെ വല്ലപ്പോഴൊക്കെ പോയി കഴിച്ചു കുഴപ്പമില്ല. അതുപോലെ അഡ്വാൻറ്റേജ് മേക്ക് ഫുഡ് ലാസ്റ്റ് ലോങ്ങർ. എന്നാൽ ഡിസഡ്വാൻറ്റേജോടെ ടോക്സിക് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് ഇതിന്റെ കാലാവധി കഴിഞ്ഞാൽ. Chemicals have the potential to cause negative health
consequence and may increase your risk of developing chronic disease such as heart disease, the leading cause of death in the United States. അതുപോലെ if you have an existing health issue, some chemicals may affect your ability to control your condition. പല ഈ കെമിക്കൽസും ഫുഡിലെ കെമിക്കൽസ് ഒക്കെ ഇപ്പം ഈ പാടത്ത് ഈ കീടനാശിനി അടിക്കും അല്ലെ, വളമൊക്കെ അടിക്കുന്നു. അന്നേരം അതെല്ലാം ഈ ഫുഡ് അല്ലെങ്കിൽ ആ ധാന്യം അബ്സോർബ് ചെയ്ത് അതെല്ലാം നമുക്ക് കിട്ടുന്നു. അന്നേരം അതെല്ലാം നമ്മുടെ ബ്രെയിനിനെയൊക്കെ ബാധിക്കുന്നു. ഇതിലൂടെ നല്ല ഫുഡ്സൊക്കെ ചില ഫുഡ്സൊക്കെ ആന്റി ഓക്സിഡൻസ് ഒക്കെ തന്നെ. ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ ആർ സബ്സ്റ്റൻസ് ദാറ്റ് മേ പ്രൊട്ടക്ട് യുവർ സെൽ അഗെയിൻസ്റ്റ് ഫ്രീ റാഡിക്കൽ വിച്ച് മേ പ്ലേ എ റോൾ ഇൻ ഹാർട്ട് ഡിസീസ്, ക്യാൻസർ ആൻഡ് അതർ ഡിസീസ്. ഈ ഫ്രീ റാഡിക്കലൊക്കെ നമ്മുടെ ശരീരം ധാരാളമായി പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്കുണ്ടാകുന്ന രോഗമാണ് ഹാർട്ട് ഡിസീസും ക്യാൻസറും അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും. ആ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് ഉള്ളതിനെയാണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. ആ ഫ്രീ റാഡിക്കൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. അന്നേരമാണ് ആന്റി ഓക്സിഡന്റ് വരവ്. ആന്റി ഓക്സിഡന്റ് ആണെങ്കിൽ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ആന്റി ഓക്സിഡന്റ് ഇവിടെ എത്തി ഫ്രീ റാഡിക്കൽസിന് അത് ഇലക്ട്രോൺസ് കൊടുക്കുന്നു, ഇലക്ട്രോൺ ഡൊണേഷൻ നടത്തുന്നു ആന്റി ഓക്സിഡൻസ്. നമ്മൾ ബീട്രൂട്ട് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ നല്ല ആന്റി ഓക്സിഡൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിച്ചാൽ സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആകാം. ഇവിടെ ഫ്രീ റാഡിക്കൽസ് ആർ മോളിക്യൂൾസ് പ്രൊഡ്യൂസ്ഡ് when your body breaks down food or when you are exposed to tobacco smoke or radiation. എങ്ങനെയാണ് ഫ്രീ റാഡിക്കൽ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ സിറ്റിയിലെവിടെയൊക്കെ പോകുമ്പോൾ ഒത്തിരി പുക ട്രാഫിക്കിലൊക്കെ പെടുമ്പോൾ അവിടെ നമുക്ക് ഫ്രീ റാഡിക്കൽ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടൊബാക്കോ സ്മോക്ക്, ഈ പുകയിലയുടെയൊക്കെ സ്മോക്കില്ലേ, അങ്ങനെയുള്ളതൊക്കെ അവിടെ അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം ഫ്രീ റാഡിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. Free radicals are molecules produced when your body breaks down food or when you are exposed to tobacco smoke or radiation. ഓക്കെ, ഈ ഫ്രീ റാഡിക്കലിനെ ഇല്ലാതാക്കാൻ ആന്റി ഓക്സിഡൻസ് ഇലക്ട്രോണെ കൊടുക്കുന്നു. ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ അത് ഫ്രീ റാഡിക്കൽ അല്ലാതായി മാറുന്നു. അന്നേരം അത് ആന്റി ഓക്സിഡൻസ് ഉള്ളത് വളരെ നല്ലതാണ്. ഈ ഫ്രീ റാഡിക്കൽ മുഖാന്തരം നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരും. ആന്റി ഓക്സിഡന്റുള്ള ഫുഡ് കഴിച്ചാൽ അതൊക്കെ മാറിക്കോളും. Antioxidants, these are important and necessary food additive. Antioxidants add ചെയ്യുമ്പോൾ these help in food preservation by retarding the action of oxygen on food. These are more reactive towards oxygen than the food material which they are protecting. The two most familiar antioxidants are butylated hydroxytoluene, BHT എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതാണ്. BHT എന്ന് പറയാൻ ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവിൻ ആണ് BHT. ആൻഡ് ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ BHA. The addition of BHA to butter increases its shelf life from month to year. ബട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ അത് അതിന്റെ ലൈഫ് കൂടുന്നു. BHT and BHA along with the citric acid are added to produce more effect. ഇവിടെ ആന്റി ഓക്സിഡൻസ് നമ്മൾ പരിചയപ്പെടുകയാണ്. ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവിനും ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോളും ഒക്കെ ആന്റി ഓക്സിഡൻസ് ആണ്. ആന്റി ഓക്സിഡൻസിന് എക്സാമ്പിൾ ആണ്. BHT and BHA along with the citric acid are added to produce more effect. Sulfur dioxide and sulfate are useful antioxidant for wine and beer, sugar syrups and cut peeled or dried fruits and vegetables. Antioxidants നമുക്ക് നല്ലതാണ്. അതുപോലെ നാച്ചുറൽ ആയിട്ട് ആന്റി ഓക്സിഡൻസ് കിട്ടുന്ന വളരെയധികം ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിക്കുക. ബീൻസ്, ബീട്രൂട്ട് ഒക്കെ നല്ലതാണ്. അടുത്താണ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ്. നമ്മളിനി ക്ലെൻസിങ് ഏജൻസിലേക്ക് പോവാം. ക്ലെൻസിങ് ഏജൻസ് ഇപ്പോഴത്തെ കാലത്ത് സോപ്പും ഡിറ്റർജൻസും ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്നേരം ഇവിടെ ഈ ക്ലെൻസിങ് ഏജൻസ് സോപ്പ് ആൻഡ് സിന്തറ്റിക് ഡിറ്റർജൻസ് ഇംപ്രൂവ് ദ ക്ലെൻസിങ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. This helps the removal of fats that bind other materials to the fabric or skin. നമ്മുടെ ശരീരത്തിൽ എണ്ണമഴക്ക് അതുപോലെ തന്നെ വസ്ത്രത്തിലും ഒക്കെ ഉള്ളതിനെ മാറ്റാൻ സോപ്പും ഡിറ്റർജൻസും ഒക്കെ സഹായിക്കുന്നു. They are used for cleaning purpose and the sodium or potassium salt of long chain fatty acidനെയാണ് സോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കിവിടെ എക്സാമ്പിൾ ഫാറ്റി ആസിഡ് നമുക്കിവിടെ പറയാൻ പറ്റും. They are used for cleaning purpose and are sodium or potassium salt of long chain fatty acid. Example stearic, oleic and palmitic acid ഒക്കെ എക്സാമ്പിൾ ആണ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസിന്റെയൊക്കെ ക്ലെൻസിങ് ഏജൻസ് ആണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? എണ്ണമെഴുക്കിനെ കളയുന്നതാണ് സോപ്പും ഡിറ്റർജൻസും ഒക്കെ. ഇവിടെ വാട്ടർ അയോണിക് എൻഡ്, അതായത് നമുക്കിവിടെ സോപ്പിന്റെ മോളിക്യൂളാണ് കാണുന്നത്. സോഡിയം
ഹൈഡ്രോകാർബൺ, ലോങ് ഹൈഡ്രോകാർബൺ ചെയിനും ഉണ്ട്, ഹൈഡ്രോഫിലിക് ഗ്രൂപ്പ് ഉണ്ട് ഈ സോപ്പിനകത്ത്. ഹൈഡ്രോഫോബിക് ഗ്രൂപ്പ് ആണ് ഈ ഹൈഡ്രോകാർബൺ. ഹൈഡ്രോഫോബിക് വെള്ളത്തെ ഇഷ്ടമില്ല. ഇനി ഹൈഡ്രോഫിലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളത്തെ ഇഷ്ടമുള്ളതാണ്. വെള്ളത്തെ ഇഷ്ടപ്പെട്ടിട്ട് വെള്ളവുമായിട്ട് ഇത് കമ്പൈൻ ചെയ്യുന്നു. ഈ ഹൈഡ്രോഫോബിക്കുകളായിട്ടുള്ള ഇതെന്ത് ചെയ്യുന്നു, അത് നേരെ വന്ന് എണ്ണമെഴുക്കുള്ള സ്ഥലത്തോട്ട് അത് പിടിക്കുന്നു. വസ്ത്രത്തിലാണെങ്കിൽ വസ്ത്രത്തിലോട്ട് വന്ന് പിടിക്കുന്നു. ഇനി ഇത് ഊരി പിഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, അത് വെള്ളത്തിന്റെ കൂടെ ഈ എണ്ണമെഴുക്ക് അങ്ങ് മാറിപ്പോകുന്നു എന്നതാണ് ഹൈഡ്രോകാർബൺ ചെയിൻ. നോൺ പോളാർ ആൻഡ് ഹൈഡ്രോഫോബിക് ആണ് ഹൈഡ്രോകാർബൺ ചെയിൻ, നോൺ പോളാർ ആൻഡ് ഹൈഡ്രോഫോബിക്. ഇത് വെള്ളവുമായിട്ട് ഇത് ചെയ്യുന്നില്ല. ഇത് ഹൈഡ്രോകാർബൺ പാർട്ട് എണ്ണയെ പിടിക്കുന്നു. ഇനി വെള്ളത്തെ പിടിക്കുന്ന എന്താണ്, ഹൈഡ്രോഫിലിക് ഗ്രൂപ്പ് ആയിട്ടുള്ളതാണ് വെള്ളത്തെ പിടിക്കുന്നത്. അതാണ് അയണിക് എൻഡ് എന്ന് പറയുന്നത്. ഇതാണ് ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. നമ്മൾ മൈസെല്ലി ഫോർമേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്താണ് ഹൗ സോപ്പ് ക്ലീൻസ്. സോപ്സ് ഇപ്പൊ നമ്മുടെ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ സോപ്പൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്. സോപ്സ് ആർ സോഡിയം ഓർ പൊട്ടാസ്യം ഫാറ്റി ആസിഡ് സോൾട്ട് produced from the hydrolysis of fats in a chemical reaction called saponification. എന്താണ് saponification? Soaps are sodium or potassium fatty acid salt produced from the hydrolysis of fats in a chemical reaction is called saponification. Each soap molecule has a long hydrocarbon chain ഉണ്ട്. ആ ഇതിനെ പറയുന്നത് ടെയിൽ, ഹൈഡ്രോകാർബൺ ചെയിന് ടെയിൽ എന്ന് പറയുന്നു. വിത്ത് എ കാർബോക്സിലേറ്റ് ഹെഡ് ഇൻ വാട്ടർ. വെള്ളവുമായിട്ട് കൂടി ചേർന്നാണ് കാർബോക്സിലേറ്റ് പാർട്ട്. ലോങ് ഹൈഡ്രോകാർബൺ ചെയിൻ എന്തുമായിട്ടാണ്, അത് ഓയിലുമായിട്ട് ക്ലെൻസിങ് ആക്ഷനകത്ത്. ഇൻ വാട്ടർ ദ സോഡിയം ഓർ പൊട്ടാസ്യം അയോൺസ് ഫ്ലോട്ട് ഫ്രീ ലീവിംഗ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഹെഡ്. Soap is an excellent cleanser because of its ability to act as an emulsifying agent. An emulsifier is capable of dispersing one liquid into another immiscible liquid. This means that oil which attracts dirt does not naturally mix with water. Soap can suspend oil in such a way that it can be removed. അന്നേരം ഈ ഓയിൽ എന്ന് പറയുന്നത് നേരെ വെള്ളവുമായിട്ട് ഇതാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിൽ മിക്സിംഗ് ആകുന്നില്ല. എന്നാൽ ഈ സോപ്പ് വെള്ളത്തിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ സോപ്പിനകത്തെ ഹൈഡ്രോഫോബിക് പാർട്ട് ഓയിലിനെ കയറി അറ്റാക്ക് ചെയ്യുന്നു. അത് മുഖാന്തരം ഈ വെള്ളവും എണ്ണയും അല്ലെങ്കിൽ ഓയിൽഡ് ആയിട്ടുള്ള ആ ഡേർട്ടും കൂടെ അവിടുന്ന് വസ്ത്രത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ഇതാണ് സോപ്പിന്റെ ക്ലീനിങ് ആക്ഷൻ. സോപ്പിന്റെ ക്ലീനിങ് ആക്ഷൻ പഠിച്ചല്ലേ. നമുക്ക് എത്ര ടൈപ്സ് സോപ്പ് ഉണ്ടെന്ന് നോക്കാം. ഇത് നോക്കിക്കേ, ടോയ്ലറ്റ് സോപ്പ്, നമ്മളെല്ലാം പലതരത്തിലുള്ള സോപ്പുകളുണ്ട്. കുളിക്കുന്ന സോപ്പ്, അതുപോലെ ബേസിക്കലി ഓൾ സോപ്സ് ആർ മെയ്ഡ് ബൈ ബോയിലിംഗ് ഫാറ്റ്സ് ഓർ ഓയിൽ വിത്ത് സൂട്ടബിൾ സോലബിൾ ഹൈഡ്രോക്സൈഡ്. വേരിയേഷൻസ് ആർ മെയ്ഡ് ബൈ യൂസിംഗ് ഡിഫറെന്റ് റോ മെറ്റീരിയൽ. Toilet soap are prepared by using better grades of fats and oils and care is taken to remove excess alkali. അതിനകത്ത് സോപ്പിനകത്ത് എക്സസ് ആൽക്കലി ഒക്കെ മാറ്റിയിട്ടുള്ളതാണ് ടോയ്ലറ്റ് സോപ്പ്. കളർ ആൻഡ് പെർഫ്യൂംസ് ആർ ആഡഡ് ടു മേക്ക് ദീസ് മോർ അട്രാക്റ്റീവ്. നല്ല സോപ്പൊക്കെ ഉപയോഗിച്ച് ഒരു കുളിയൊക്കെ നല്ല രസമല്ലേ. ഇതാണ് ഇപ്പം ടോയ്ലറ്റ് സോപ്പിന്റെ കാര്യമൊക്കെ. അടുത്ത സോപ്പ് എന്ന് പറഞ്ഞാല് ഫ്ലോട്ടിംഗ് സോപ്പ് ഉണ്ട്. അതായത് സോപ്സ് ദാറ്റ് ഫ്ലോട്ട് ഇൻ വാട്ടർ ആർ മെയ്ഡ് ബൈ ബീറ്റിംഗ് ടൈനി എയർ ബബിൾസ് ബിഫോർ ദെയർ ഹാർഡനിങ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് സോപ്സ് ആർ മെയ്ഡ് ബൈ ഡിസോൾവിംഗ് ദ സോപ്പ് ഇൻ എഥനോൾ ആൻഡ് ദെൻ ഇവാപറേറ്റിംഗ് ദ എക്സസ് സോൾവെന്റ്. അതായത് സോപ്പ് ദാറ്റ് ഫ്ലോട്ട് ഇൻ വാട്ടർ ആർ മെയ്ഡ് ബൈ ബീറ്റിംഗ് ടൈനി എയർ ബബിൾസ് ബിഫോർ ദെയർ ഹാർഡനിങ്. എന്നാൽ ട്രാൻസ്പെറന്റ് സോപ്പ് നമുക്ക് എപ്പോഴും അറിയാം, പിയേഴ്സ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സോപ്പാണ്, നല്ല ഇതാണ്. ട്രാൻസ്പെറന്റ് സോപ്സ് ആർ മെയ്ഡ് ബൈ ഡിസോൾവിംഗ് ദ സോപ്പ് ഇൻ എഥനോൾ ആൻഡ് ദെൻ ഇവാപറേറ്റിംഗ് ദ എക്സസ് സോൾവെന്റ്. പലതരത്തിലുള്ള ട്രാൻസ്പെറന്റ് സോപ്പ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, പിയേഴ്സ്. അടുത്താണ് മെഡിക്കേറ്റഡ് സോപ്സ്. ഇപ്പം മുഖക്കുരു ഉണ്ടാകുമ്പോൾ അത് മാറ്റാൻ വേണ്ടി അങ്ങനെ പലതരത്തിലുള്ള പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അങ്ങനെയുള്ളതാണ് ഇൻ മെഡിക്കേറ്റഡ് സോപ്സ്. സബ്സ്റ്റൻസസ് ഓഫ് മെഡിസിനൽ വാല്യൂ ആർ ആഡഡ്. ഇൻ സം സോപ്സ് ഡിയോഡ്രൻസ് ആർ ആഡഡ്. അതുപോലെ തന്നെ അതാണ് മെഡിസിനേറ്റഡ് സോപ്പ്. അതുപോലെ തന്നെ ഉള്ളതാണ് ഷേവിംഗ് സോപ്പ്. ഷേവിംഗ് സോപ്പ് കണ്ടെയ്ൻ ഗ്ലിസറോൾ ടു പ്രിവെന്റ് റാപ്പിഡ് ഡ്രൈയിങ്. എ ഗം കോൾഡ് റോസിൻ ഇസ് ആഡഡ് ടു വൈൽ മേക്കിംഗ് ദം. അന്നേരം ഷേവിംഗ് സോപ്പിനകത്ത് ഉപയോഗിക്കുന്ന റോസിൻ എന്ന് പറയുന്ന ഒരു ഗം ഉണ്ട്. ഇറ്റ് ഫോം സോഡിയം റോസിനേറ്റ് വിച്ച് ലാദേഴ്സ് വെൽ. നല്ല പത ഉണ്ടാക്കുന്നതാണ് ഷേവിംഗ് സോപ്പ്. ലോണ്ടറി സോപ്പ് എന്ന് പറഞ്ഞാല് കണ്ടെയ്ൻ സോഡിയം റോസിനേറ്റ്, സോഡിയം സിലിക്കേറ്റ്. ലോണ്ടറി സോപ്പ് ബോറാക്സ് ആൻഡ് സോഡിയം കാർബണേറ്റ്, അലക്ക് സോപ്പ്.
ഇനി സോപ്പിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഈ സോപ്പ് ഹാർഡ് വാട്ടറിനകത്ത് അത് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് പോകുന്നത്, അത് പത തരുന്നില്ല. വൈ ഡു സോപ്പ് ഡു നോട്ട് വർക്ക് ഇൻ ഹാർഡ് വാട്ടർ? ഹാർഡ് വാട്ടർ കണ്ടെയ്ൻസ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം അയോൺസ്. ദീസ് അയോൺ ഫോം ഇൻസോലബിൾ കാൽസ്യം ആൻഡ് മഗ്നീഷ്യം സോപ്പ്. അതുകൊണ്ട് ഇൻസോലബിൾ കാൽസ്യം ആൻഡ് മഗ്നീഷ്യം സോപ്പ് ഉണ്ടാകുന്ന റെസ്പെക്റ്റീവ്ലി വെൻ സോഡിയം ഓർ പൊട്ടാസ്യം സോപ്സ് ആർ ഡിസോൾഡ് ഇൻ ഹാർഡ് വാട്ടർ. നമ്മുടെ സോപ്പ് ഹാർഡ് വാട്ടറിനകത്ത് കാൽസ്യം ക്ലോറൈഡ് ഉള്ളതുകൊണ്ട് അതിനകത്ത് ഇടുവാണെങ്കിൽ സോപ്പ് സോഡിയം ക്ലോറൈഡും ഇൻസോലബിൾ കാൽസ്യം സോപ്പുമായിട്ട് മാറുന്നു, സ്റ്റെറൈറ്റുമായി മാറുന്നു. ഓർത്തിരിക്കുക, ഹാർഡ് വാട്ടറിനകത്ത് സോപ്പ് ഇത് ചെയ്യുന്നില്ല. എന്നാൽ ഡിറ്റർജന്റ് ഹാർഡ് വാട്ടറിനകത്ത് റിയാക്ട് ചെയ്യുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സോപ്പും ഡിറ്റർജന്റും ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോണ ഡിറ്റർജന്റാ. സോപ്പും ഡിറ്റർജന്റും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഡിഫറൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോപ്പ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽസ്, ഡിറ്റർജന്റ് സിന്തറ്റിക് മെറ്റീരിയൽസ് ആണ്. ഡിഫറൻസ് ഫോർമേഷൻ ആൽക്കലി ആൻഡ് ഫാറ്റി ആസിഡ് ആണ് സോപ്പിനകത്തുള്ള ഫോം ചെയ്യുന്നത്. ഡിറ്റർജന്റിനകത്ത് ആൽക്കലി ആൻഡ് സൾഫ്യൂരിക് ആസിഡ്, ഓർത്തിരിക്കുക, ആൽക്കലി ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. ഇവിടെ ഫാറ്റി ആസിഡ് ആണ് സോപ്പിനകത്ത് നിന്നുള്ളവർക്ക് ഫാറ്റി ആസിഡ്, എന്നാൽ ഡിറ്റർജന്റിനകത്ത് സൾഫ്യൂരിക് ആസിഡ്. ഇവിടുത്തെ എഫക്റ്റീവ്നെസ് ഇൻ ഹാർഡ് വാട്ടർ ഇപ്പം പഠിച്ചതേ ഉള്ളൂ നമ്മള്. സോപ്പ് നോ എഫക്റ്റീവ് ഇൻ ഹാർഡ് വാട്ടർ ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് സ്കം. എന്നാൽ ഡിറ്റർജന്റ് എഫക്റ്റീവ് ഇൻ ഹാർഡ് വാട്ടർ ഡു നോട്ട് ഫോം സ്കം ഇൻ ഹാർഡ് വാട്ടർ. ഓക്കെ, ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. സോപ്പ് ഹാർഡ് വാട്ടറിനകത്ത് ലാതർ തരുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല, പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് പോകുന്നു സോപ്പ്. ഡിറ്റർജന്റ് ഇത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. ഇനി സോപ്പ് ആർ സോഡിയം സോൾട്ട് ഓഫ് ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ്, അതാണ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിറ്റർജൻസ് എന്ന് പറഞ്ഞാൽ ആർ സോഡിയം സോൾട്ട് ഓഫ് ലോങ് ചെയിൻ ബെൻസീൻ സൾഫോണിക് ആസിഡ് ഓർ ആൽക്കൈൽ സൾഫേറ്റ്, അതാണ് സൾഫ്യൂരിക് ആസിഡിന്റെ ആ കോമ്പിനേഷൻ ആണ് ഇവിടെ വരുന്നത് ഡിറ്റർജൻസിനകത്ത്. ഓക്കെ, സോപ്സ് ആർ സോഡിയം സോൾട്ട് ഓഫ് ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ്, ഡിറ്റർജൻസ് ആർ സോഡിയം സോൾട്ട് ഓഫ് ലോങ് ചെയിൻ ബെൻസീൻ സൾഫോണിക് ആസിഡ് ഓർ ആൽക്കൈൽ സൾഫേറ്റ്. ഓക്കെ, ഇമ്പോർട്ടന്റ് മനസ്സിലാക്കുക. ഇനി അടുത്താണ് നമ്മൾ പഠിക്കുന്നത് സിന്തറ്റിക് ഡിറ്റർജൻസ്. സിന്തറ്റിക് ഡിറ്റർജൻസ് എന്ന് പറഞ്ഞാൽ ഡിറ്റർജന്റ് പൊടി ഇഷ്ടംപോലെ ഡിറ്റർജൻസ് ഉണ്ട് അല്ലേ. Synthetic detergents are cleansing agents which have all the properties of soap but which actually do not contain any soap. These can be used both in soft and hard water. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബോത്ത് ഇൻ സോഫ്റ്റ് ആൻഡ് ഹാർഡ് വാട്ടറിനകത്ത് ഉപയോഗിക്കുന്നതാണ് ഡിറ്റർജൻസ്. Some of the detergents give foam even in the ice cold water. Synthetic detergents are classified into 3 categories: anionic detergent, cationic detergent and non-ionic detergent. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നത് സിന്തറ്റിക് ഡിറ്റർജന്റിനെ: ആനിയോണിക്, കാറ്റയോണിക് ആൻഡ് നോൺ അയോണിക്. നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ആനിയോണിക് ഡിറ്റർജൻസ്, ആനിയോണിക്, ഇതാണ് ആനിയോണിക്. എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്ന പ്ലസ്, സോഡിയം പ്ലസ്. ഇവിടെ കാറ്റയോണിക് ഡിറ്റർജൻസിനകത്ത് Cl മൈനസ് വന്നിരിക്കുന്നു. അതായത് ഇത് ചെയ്യുന്നതാണ് കാറ്റയോണിക്. എന്നാൽ ഇവിടെ ചാർജ് നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ ആനിയോണിക് ഡിറ്റർജന്റ്, കാറ്റയോണിക് ഡിറ്റർജന്റ്, നോൺ അയോണിക് ഡിറ്റർജന്റ് എന്ന് വന്നിരിക്കുന്നു. Synthetic detergents are mainly classified into 3 categories: anionic, cationic and non-ionic. Non-ionic അതിനകത്ത് പ്ലസ് മൈനസ് ഒന്നും കാണുന്നില്ല കേട്ടോ. നമുക്ക് നോക്കാം. ആനിയോണിക് ഡിറ്റർജൻസ് എന്ന് പറഞ്ഞാൽ ആർ സോഡിയം സോൾട്ട് ഓഫ് സൾഫോണേറ്റഡ് ലോങ് ചെയിൻ ആൽക്കഹോൾ ഓർ ഹൈഡ്രോകാർബൺ. ആനിയോണിക് ഡിറ്റർജന്റ് ഇവിടെ നോക്കിക്കേ, സോഡിയം ലോറിൽ സൾഫേറ്റ്, ഈ വലിയ മോളിക്കൂള് SO3 മൈനസ് Na പ്ലസ്, ആനിയോണിക് ഡിറ്റർജന്റ് ആണത്. Anionic detergents. Alkyl hydrogen sulfate formed by treating with long chain alcohols with a concentrated sulfuric acid are neutralized with alkali to form anionic detergents. In the preparation ആണ്. Alkyl benzene sulfonate are obtained by neutralize alkyl benzene sulfonic acid with the alkali. നമ്മളിവിടെ in anionic detergents, the anionic part of the molecule is involved in the cleansing action. ഇവിടെ ഓർത്തിരിക്കുക, ആനിയോണിക് നോക്കുമ്പോൾ നമുക്കറിയാം മൈനസ് സൈൻ അല്ലെ, ആ മൈനസ് സൈൻ ആണ് അവിടെ റിയാക്ഷനകത്ത് പങ്കെടുക്കുന്നത്. In anionic detergents, the anionic part of the molecule is involved in the cleansing action. Sodium salt of alkyl benzene sulfonates are in important class of anionic detergent. എന്നിട്ട് ഒരു ആനിയോണിക് ഡിറ്റർജന്റ് ഇത് മാത്രം ഒന്ന് പഠിച്ചിരുന്ന പേര് സോഡിയം സോൾട്ട് ഓഫ് ആൽക്കൈൽ ബെൻസീൻ സൾഫോണേറ്റ് ഒരു എക്സാമ്പിൾ ആണ്. They are mostly used for household work. Anionic detergents are also used in toothpaste. ഉപയോഗിക്കുന്നുണ്ട് ആനിയോണിക് ഡിറ്റർജൻസ്. മൈനസ് സൈൻ ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. എന്താണ് ഇത്? കാറ്റയോണിക്ക. എന്താ കാര്യം? അവിടെ പ്ലസ് ഉണ്ട് അല്ലെ. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പ്ലസ് ചാർജ്.
Cationic detergents are quaternary ammonium salt of amines with acetate. Chlorides or bromides as anions. ഇവിടെ ആനിയോൺ വരുന്നത് മൈനസ് ആണ്, ഇവിടെ പ്ലസ് ഉണ്ട്. Cationic part possesses a long hydrocarbon chain and positive charge on nitrogen atom. ഇവിടുത്തെ നൈട്രജൻ ആണ് പോസിറ്റീവ് വരുന്നത്. Hence these are called cationic detergents. Cetyl trimethyl ammonium bromide is a popular cationic detergent and is used in hair conditioners. Hair conditioners ഉപയോഗിക്കുന്നതാണ് cationic detergents. അന്നേരം anionic detergents എവിടെയായിരുന്നു? നമ്മുടെ ഹൗസ് ഹോൾഡ് ഇതിനകത്തും പിന്നെ ടൂത്ത് പേസ്റ്റിനകത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. Cationic detergents have germicidal properties and are expensive, therefore these are the limited use. നല്ല വിലയുള്ള സാധനമാണ് cationic detergents. അന്നേരം ഓർത്തിരിക്കുക. ഇത് cationic detergents എക്സാമ്പിൾ സെറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. അടുത്താണ് നോൺ അയോണിക് ഡിറ്റർജൻസ്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഒക്കെ അല്ലെ നോൺ അയോണിക് ഡിറ്റർജൻസ് ആണ്. നോൺ അയോണിക് ഡിറ്റർജൻസ് ഡു നോട്ട് കണ്ടെയ്ൻ എനി അയോൺ ഇൻ ദെയർ കോൺസ്റ്റിറ്റ്യൂഷൻ. പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല. സ്റ്റെറിക് ആസിഡും പോളി ഈഥൈൽ ഗ്ലൈക്കോളും കൂടെ കൂടി ചേരുമ്പോൾ നമുക്ക് നോൺ അയോണിക് ഡിറ്റർജന്റ് കിട്ടുന്നു. വൺ സച്ച് ഡിറ്റർജൻസ് ഈസ് ഫോംഡ് വെൻ സ്റ്റെറൈറ്റ് ആസിഡ് റിയാക്ട് വിത്ത് പോളിഎഥിലീൻ ഗ്ലൈക്കോൾ. ലിക്വിഡ് ഡിഷ് വാഷിംഗ് ഡിറ്റർജൻസ് ആർ നോൺ അയോണിക് ടൈപ്പ്. Mechanism of cleansing action of this type of detergents is the same as that of soap. They also remove grease and oil by micellar formation. Okay, ഇത് നമ്മുടെ നോൺ അയോണിക് ആയിട്ടുള്ള ഇതാണ് ഡിറ്റർജന്റ് ആണ്. മൂന്ന് ടൈപ്പ് പഠിച്ചു. ഏതൊക്കെയാണ്? ആനിയോണിക്, കാറ്റയോണിക് ആൻഡ് നോൺ അയോണിക്. ആനിയോണിക് ഡിറ്റർജന്റ് സോഡിയം ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇത് ഈ കാണിച്ചിരിക്കുന്നത്. ആനിയോണിക് മൈനസ് ചാർജ് ഉള്ള സോഡിയം പ്ലസും ആയിട്ട് കൂടി ചേരുന്നു. കാറ്റയോണിക് ഡിറ്റർജന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള നൈട്രജൻ ഉള്ള ഗ്രൂപ്പ് മൈനസ് ഉള്ള CLO അല്ലെങ്കിൽ ബ്രോമിനോ ഒക്കെ ആയിട്ട് കൂടി ചേരുന്നു. ഇനി നോൺ അയണിക്കിനകത്ത് എന്താണ്? നോൺ അയണിക്കകത്ത് പ്ലസും ഇല്ല മൈനസും ഇല്ല. നോൺ അയണിക്ക് ആനിയോണിക് ഡിറ്റർജൻസ് ദോസ് ദാറ്റ് ഡെവലപ്പ് എ നെഗറ്റീവ് ചാർജ് ഓൺ ദ വാട്ടർ സോൾബിലൈസിംഗ് എൻഡ്. എന്താണ് ആനിയോണിക് ഡിറ്റർജന്റ് എന്ന് പറഞ്ഞാൽ? അത് ഓർത്തിരിക്കുക. ആനിയോണിക് ഡിറ്റർജൻസ് ദാറ്റ് ഡെവലപ്പ് എ നെഗറ്റീവ് ചാർജ് ഓൺ ദ വാട്ടർ സോൾബിലൈസിംഗ് ഏജന്റ്. ഇവിടെയാണ് നെഗറ്റീവ് ചാർജ് കാണുന്നു. കാറ്റയോണിക് ഡിറ്റർജൻസ് ദോസ് ദാറ്റ് ഡെവലപ്പ് എ പോസിറ്റീവ് ചാർജ് ഓൺ ദ വാട്ടർ സോൾബിലൈസിംഗ് എൻഡ്. കാറ്റയോണിക് ഡിറ്റർജൻസിനകത്ത് ദാറ്റ് ഡെവലപ്പ് എ പോസിറ്റീവ് ചാർജ് ഓൺ ദ വാട്ടർ സോൾബിലൈസിംഗ് എൻഡ്. ഇതാണ് പോസിറ്റീവ് ചാർജ് കാണുന്ന കാറ്റയോണിനകത്ത്. അതുകൊണ്ടാണ് ഇത് കാറ്റയോണിക് ഡിറ്റർജന്റ് എന്ന് പറയുന്നത്. നോൺ അയണിക് എന്ന് പറഞ്ഞാൽ ദോസ് ദാറ്റ് ഡെവലപ്പ് നോ അയണിക് ചാർജ് ഓൺ ദ വാട്ടർ സോൾബിലൈസിംഗ് എൻഡ്. നോൺ അയണിക് ആയിട്ടുള്ളതിനകത്ത് പോസിറ്റീവോ നെഗറ്റീവോ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് നോൺ അയണിക് എന്ന് പറയുന്നത് വാട്ടർ സോൾബിലൈസിംഗ് എൻഡിനകത്ത്. ഇപ്പൊ മനസ്സിലായല്ലോ? ആനിയോണിക് ഡിറ്റർജന്റ്, കാറ്റയോണിക് ഡിറ്റർജന്റ്, അതുപോലെ നോൺ അയണിക് ഡിറ്റർജന്റ്. ഇവിടെ ഈ ഡിറ്റർജൻസ് ഒക്കെ വളരെ അഡ്വേഴ്സ് എഫക്റ്റുകളുണ്ട്. മെയിൻ പ്രോബ്ലം ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദ യൂസ് ഓഫ് ഡിറ്റർജൻസ് ഇസ് ദാറ്റ് ഇഫ് ദയർ ഹൈഡ്രോകാർബൺ ചെയിൻ ഇസ് highly branched, then bacteria cannot degrade this easily. Slow degradation of detergents leads to their accumulation. Effluents containing such detergents reach the rivers, ponds, etc. These persist in water even after sewage treatment and cause foaming in rivers, ponds and stream, and their water get polluted. ഈ ഡിറ്റർജൻസ് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ that if their hydrocarbon chain highly branched ആണെങ്കിൽ bacteria cannot degrade them easily. അതിനെ ഡീകമ്പോസ് ചെയ്യിക്കുന്നില്ല. സ്ലോ ഡീഗ്രഡേഷൻ ഓഫ് ഡിറ്റർജൻസ് ലീഡ് ടു ദെയർ അക്കുമുലേഷൻ. അന്നേരം അത് നമ്മുടെ നദിയിലേക്ക് അത് മലിനമാക്കുന്നു ഈ ഡിറ്റർജൻസ്. These days the branching of the hydrocarbon chains is controlled and kept to the minimum. Unbranched chains can be biodegradable more easily and hence pollution is prevented. ഇപ്പോഴത്തെ കാലത്ത് ഡിറ്റർജന്റ് ഉണ്ടാക്കുന്നത് ബ്രാഞ്ചിങ് ഓഫ് ദ ഹൈഡ്രോകാർബൺ ചെയിൻ ഈസ് കൺട്രോൾഡ് ആൻഡ് കെപ്റ്റ് ടു ദ മിനിമം. അന്നേരം നമുക്കത് ബയോഡിഗ്രേഡബിൾ ആകുന്നു, അതായത് ഡീകമ്പോസിഷൻ സംഭവിക്കുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പല കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾ NCERT ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.